ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ പരിശോധന. മാതൃഭൂമി വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് പരിശോധന വരുന്നത്. വിഷ്ണു പ്രകാശ് ഉണ്ട്. വിഷ്ണു, എന്താണ് വിവരങ്ങൾ? പ്രജീഷെ, ഇന്നലെ മാതൃഭൂമി ന്യൂസ് കൈകാര്യം ചെയ്ത വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെയാണ് ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകളിൽ ഡ്രഗ് കൺട്രോൾ ബോർഡിൻ്റെ ഒരു പ്രത്യേക പരിശോധന നടത്തുന്നത്. ഇത് പ്രത്യേകിച്ചും ഈ മരുന്ന് വിൽക്കുന്ന കടകളിൽ അത് കുറിപ്പടി പ്രകാരമുള്ള മരുന്നുകളാണോ നൽകുന്നത്, അതോ കുട്ടികൾക്ക് ഇപ്രകാരം കുറിപ്പടി ഇല്ലാതെ വരുമ്പോൾ കുട്ടികൾക്ക് മരുന്ന് നൽകുന്നുണ്ടോ, അതുപോലെ നിരോധിതമായിട്ടുള്ള മരുന്നുകളുടെ വിൽപ്പനയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഡ്രഗ് കൺട്രോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. സംസ്ഥാന ഡ്രഗ് കൺട്രോളിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പരിശോധന എന്നാണ് ഇപ്പോൾ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ വരുന്നത്. ഇത് എറണാകുളം ജില്ലയിലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ ഒരേ സമയം തന്നെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. പ്രധാനമായും ഈ കടകളിലെ സ്റ്റോക്ക് പരിശോധിച്ച് അതിൻ്റെ ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഡ്രഗ് കൺട്രോളിൻ്റെ വിഭാഗത്തിൽ നിന്ന് പരിശോധന നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയുടെ പിൻബലത്തിലാണ് ഇന്നിപ്പോൾ ഈ കുട്ടികൾക്ക് ഉൾപ്പെടെ മരുന്ന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം ഉള്ളതിനാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് ഡ്രഗ് കൺട്രോൾ വിഭാഗം കടന്നിട്ടുള്ളത്. നിലവിൽ രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നിരവധിയായിട്ടുള്ള ജില്ലയിലെ വിവിധ കടകളിൽ ഈ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്.